എൻ്റെ മാതാവിന് മനസ്സിൽ വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കൃപാസനം അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന്. എൻ്റെ മാതാവ് 2020 ജൂലൈ 20 നിങ്ങളൊക്കെ കാണുന്നില്ലേ, ഇത്ര മിടുക്കിയായിട്ടുള്ളൊരു കൊച്ചിനെ എനിക്ക് തന്നു. കുഞ്ഞിന് ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഉറവിടം നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാത്തിൻ്റെയും തുടക്കം ബൈബിളിൽ നിന്നാണ്. ആ ബൈബിളിൻ്റെ തുടക്കമായ ജെനസിസ് എന്ന് ഞങ്ങൾ പേര് നാമകരണം ചെയ്തു കുഞ്ഞിനെ. ഇത്രയും ഇടുക്കിയായിട്ട് 2 വയസ്സാകുന്നു ഇപ്പം എൻ്റെ കൊച്ചിന്. അതിനുശേഷം പിന്നീട് ഞാൻ OET എക്സാമിന് ട്രൈ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക്, നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയത്. 6-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മാർച്ച് 25-ന് റിസൾട്ട് വന്നു. എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അത് വീണ്ടും പ്രാർത്ഥിച്ച് റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷനിൽ റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ UK സ്കോറായ 300, എനിക്ക് കറക്റ്റ് 300 ആണ് കിട്ടിയിരിക്കുന്നത് റീവാലുവേഷനിൽ. അങ്ങനെ ഞങ്ങൾ പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് പോയി. ഒരിക്കലും ശരിയാവില്ലെന്ന് വിചാരിച്ചൊരു പേപ്പർ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ശരിയായി കിട്ടി. ഇപ്പോൾ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇവിടുന്ന് നേരെ പോകുന്നത് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞാണ്. അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ കന്യാമറിയത്തോടും തിരുക്കുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു.